ശ്രീകൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. എന്നാൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പോന്നിട്ട് തിരുവട്ടാർ അമ്പലത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. തിരുവട്ടാർ ആദി കേശവ പെരുമാളിൻ്റെ ക്ഷേത്രത്തിലാണ്. ഇത് തമിഴ്നാട് ജില്ലയിലാണെങ്കിൽ പോലും ഇവിടുത്തെ പൂജാ സമ്പ്രദായങ്ങളെല്ലാം നമ്മൾ കേരളീയരുടെ രീതിയിൽ തന്നെയാണ്. ഇത് മുമ്പ് കേരളത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ആദികേശവ പെരുമാളിൻ്റെ ഈ ഒരു അനന്തശായി ആയിട്ടുള്ള ഈ വിഗ്രഹത്തിന് അനേകം പ്രത്യേകതകളുണ്ട്. ഏതാണ്ട് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ അനേകം പ്രത്യേകതകളും വിശേഷതകളും ഒക്കെ ഉണ്ട് ഈ ക്ഷേത്രത്തിന്. ഒന്നാമത്തെ വിശേഷത എന്താണെന്ന് വെച്ചാൽ, ഇത് 108 വിഷ്ണു ക്ഷേത്രങ്ങളിൽ 76ാമത്തെ ക്ഷേത്രമാണത്രേ. ഇതിൽ തന്നെ കിഴക്കോട്ട് ദർശനമുള്ളതാണ് അധികവും. അതായത് അനന്തശായി ആയിട്ടുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ മിക്കതും കിഴക്കോട്ടാണ് ദർശനം. എന്നാൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാട്ടാണ്. ഏതാണ്ട് 3 ക്ഷേത്രങ്ങൾ മാത്രമാണത്രേ പടിഞ്ഞാട്ട് ദർശനമുള്ളതായിട്ട് കാണപ്പെടാറുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മാവ് നാഭീകമലത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഭാവം ഇവിടെ കാണാൻ സാധിക്കില്ല. ബ്രഹ്മാവ് ഇല്ല ഇവിടെ. ക്ഷേത്രത്തിലെ ശ്രീലകത്തിൻ്റെ അകത്ത് നാഭീകമലത്തിൽ നിന്ന് വരുന്ന ആ ഒരു ബ്രഹ്മദേവനെ കാണാൻ സാധിക്കില്ല. മാത്രമല്ല, ശ്രീദേവിയോടും ഭൂദേവിയോടും കൂടിയാണ് ഭഗവാൻ ശ്രീലകത്ത് ഇരിക്കുന്നത്. അവിടെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ അനേകം സാളഗ്രാമങ്ങൾ കൊണ്ടാണ് അത്രയും ഭഗവാന്റെ ഈ ഒരു വിഗ്രഹം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, 12,000 സാളഗ്രാമം ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ ആ വലിയ അനന്തശായി ആയിട്ടുള്ള ഭഗവാനെ കാണാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ 16,008 സാളഗ്രാമങ്ങൾ കൊണ്ടാണ് അത്ര ഇവിടുത്തെ ഈ ഒരു വിഗ്രഹം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ എങ്ങനെയാണോ നമ്മൾ തൊഴാറുള്ളത്, ആ മണ്ഡപത്തിൽ കയറി നിന്ന് 3 ശ്രീലകത്തായിട്ട് ആദ്യം ശിരസും പിന്നെ നടുഭാഗവും അതിനുശേഷം പാദവും, അങ്ങനെയല്ലേ നമ്മൾ തൊഴാറുള്ളത്. അതേമാതിരി തന്നെയാണ് ഇവിടെയും തൊഴേണ്ടത്. 3 ഭാഗങ്ങളിലായിട്ടാണ് ശ്രീകോവിൽ. ഓരോ ഭാഗത്ത് പോയിട്ടാണ് ഭഗവാനെ കണ്ട് തൊഴേണ്ടതായിട്ട് ഉള്ളത്. നമുക്ക് പാദം തൊഴാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരുനാഭിയുടെ ഭാഗം തൊഴാം, അതിനുശേഷം ശിരസ് തൊഴാം. ആ രീതിയിലാണ് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ ഇടത് കൈ നീട്ടി വെച്ച രീതിയിലും വലത് കൈയിൽ ചക്രം പിടിച്ച രൂപത്തിലുമാണ് ഭഗവാനെ ഇവിടെ കാണാൻ. അനന്തശായി ആണെങ്കിൽ പോലും ആ ചക്രം, ഒരു വലത് കൈയിൽ ചക്രം, സുദർശന ചക്രത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുക. മധുകൈടവന്മാരെ കൂടി ധ്യാനിച്ച് തൊഴണത്തെ അകത്ത്. 2 അസുരന്മാരാണെങ്കിലും അവരെയും കൂടി ധ്യാനിക്കണം എന്നാണ് ഇവിടെയുള്ള ക്ഷേത്രം കാര്യക്കാരിൽ നിന്ന് അറിയാൻ സാധിച്ചത് കേട്ടോ. മാത്രമല്ല, പിന്നെ ഇവിടെ ഉപദേവതാ പ്രതിഷ്ഠയായിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണനുണ്ട്. തിരുവമ്പാടി ഉണ്ണികൃഷ്ണൻ എന്ന പേരിൽ കുഞ്ഞുണ്ണികൃഷ്ണൻ, പൊന്നോടൊക്കെ ഊതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഇല്ലാത്തൊരു കലയില്ല അല്ലേ. അത് ഏത് ക്ഷേത്രത്തിൽ പോയാലും ഉണ്ണികൃഷ്ണനെ ഉപദേവതയായിട്ടെങ്കിലും അവിടെ കാണാൻ സാധിച്ചാൽ ഉള്ളിലുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. എന്തായാലും ഗണ്ഡകി നദിയിൽ നിന്ന് കൊണ്ടുവന്ന സാളഗ്രാമങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ഒരു ആദികേശവ പെരുമാളിൻ്റെ ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ സാധിച്ചതും മുജ്ജന്മ പുണ്യമായിട്ട് കണക്കാക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് സഹായിയായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, തിരുവനന്തപുരത്തുള്ള ഹരികൃഷ്ണനെ കുറിച്ച്. എൻ്റെ ഒരു അനിയനാണ്, ഏട്ടൻ്റെ ഒരു ബന്ധുവും കൂടിയായിട്ട് വരും അദ്ദേഹം. അദ്ദേഹമാണ് ഞങ്ങളുടെ കൂടെ വന്നതും. അദ്ദേഹത്തിലൂടെ പരിചയപ്പെട്ട ഇവിടെ ക്ഷേത്രം കാര്യക്കാരനായിട്ടുള്ള മിസ്റ്റർ സുകുമാരൻ നായർ, അദ്ദേഹത്തെ ഒരു റിട്ടയേർഡ് പട്ടാളക്കാരനാണ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങളും ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ വിവരണങ്ങളും നൽകിയിരുന്നു. തമിഴ് കലർന്ന മലയാളമാണ് എന്നുള്ളത് കൊണ്ട്, കുറച്ച് ഫാസ്റ്റ് ആയതുകൊണ്ടും അദ്ദേഹം പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നുള്ളൂ. അദ്ദേഹം ഒറ്റ സ്ട്രക്ചറിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഒരു കട്ടോ അല്ലെങ്കിൽ ഇനി എന്താ പറയേണ്ടതെന്നുള്ള ചോദ്യമൊന്നുമില്ല. ആദികേശവ പെരുമാളിനെ കുറിച്ച് വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങയുടെ അറിവൊന്ന് പകർന്നു തരുമോ എന്ന് ചോദിക്കേണ്ട ആ ഒറ്റ ചോദ്യത്തിന് അദ്ദേഹം നിർത്താതെ ഇത്രയും സംസാരിച്ചു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭക്തിഭാവം എത്രത്തോളം വലുതാണ് എന്ന്. ഏതാണ്ട് 83 വയസ്സ് പ്രായമുള്ള അദ്ദേഹം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്, 23 വർഷമായിട്ട് എന്തായാലും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിൽ തന്നെയാണ് കൂടുതലായിട്ടും
ഇൻവോൾവ് ആയിരിക്കുന്നത്. ഉത്സവകാലത്തൊക്കെ കട്ടിയും ചൊല്ലുക എന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അദ്ദേഹമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ ഭക്തിയോടുകൂടിയും ഡെഡിക്കേഷനോടുകൂടിയും അദ്ദേഹം നമുക്ക് നമ്മുടെ കൃഷ്ണാരി മിത്രങ്ങൾക്ക് എല്ലാവർക്കും ഈ ആദികേശവ പെരുമാളിൻ്റെ വിശേഷങ്ങളും വിവരണങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ പരിമിതമായ അറിവ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ നമുക്കറിയാൻ സാധിക്കും. തിരുവട്ടാർ എന്ന പേര് വന്നതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഭഗവാനെ ചുറ്റി ഒഴുകുന്ന ആ ഒരു നദി കാരണമാണ്. വട്ടം ചുറ്റി നദി ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ വട്ടം തിരുവട്ടം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് തിരുവട്ടാർ എന്ന പേര് വന്നത് അത്രേ. എന്തായാലും ആദികേശവ പെരുമാളിനെ കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. അതിനേക്കാളും ഒക്കെ എത്രയോ വലുതാണ് ഇദ്ദേഹത്തിൻ്റെ അറിവ് എന്ന് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഒരു നമ്മളൊന്നും പറയേണ്ടി വന്നില്ല. പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി അങ്ങേക്ക് അറിയുന്ന കാര്യങ്ങൾ പറയുമോ എന്ന് ചോദിക്കേണ്ട താമസം അദ്ദേഹത്തിൻ്റെ ആ തിരക്കുകൾ അവിടെ നിർത്തിക്കൊണ്ട് വന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ തിരക്ക് എന്താണെന്നറിയോ? ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങൾക്കും എങ്ങനെയാണ് തൊഴേണ്ടത്, എങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ഭഗവാന്റെ ആ ഒരു തിരുവുടലിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ച് തരേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചുമതല. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പത്മനാഭസ്വാമിയെ തൊഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നീട്ടി വെച്ചിരിക്കുന്ന കൈകളെ കുറിച്ച് നമുക്കറിയാം. അതിനുശേഷം ആ തിരുമുഖം കാണുമ്പോൾ അവിടെ നാച്ചുറൽ ലൈറ്റുകൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ തിരുമുഖം കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ ഇദ്ദേഹം നിന്നുകൊണ്ട് ഇങ്ങനെ നറേറ്റ് കാണും. നിങ്ങൾ നീട്ടി വെച്ച ആ കൈ കാണൂ. കയ്യിൽ വലിയൊരു ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ട്. ആ ബ്രേസ്ലെറ്റിൻ്റെ അവിടെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ കൈ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം തിരുനെറ്റിയിൽ പട്ട് ചാർത്തിയിട്ടുണ്ട്. ആ തിരുനെറ്റിയുടെ താഴേക്ക് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ തിരുനാസികയും അതുപോലെ തന്നെ തിരുമുഖവും വ്യക്തമായി കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് അദ്ദേഹം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒറ്റക്കൽ മണ്ഡപത്തിലാണ് ഈ ഒരു വിഗ്രഹം ഉള്ളത്, ആ ഒരു ശ്രീലകം ഉള്ളത്, ആ ഗർഭഗൃഹം ഉള്ളത്. ആ ഒറ്റക്കൽ മണ്ഡപത്തിൽ ഒരിക്കലും ദീർഘദണ്ഡം നമസ്കരിക്കാൻ പാടില്ല. ഭഗവാനെ അവിടെ നിന്ന് തൊഴാൻ മാത്രമേ പാടുള്ളൂ. ദീർഘദണ്ഡം നമസ്കരിക്കണമെങ്കിൽ പുറത്ത് വന്നിട്ട് വേണം നമസ്കരിക്കാൻ എന്ന് തുടങ്ങി അനേകം കാര്യങ്ങൾ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഏത് ഭാഷയിൽ വേണമെങ്കിലും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമായിരുന്നു കേട്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ അദ്ദേഹം അവിടെ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ലാങ് കേട്ട് നമുക്ക് പെട്ടെന്ന് മലയാളിയാണോ എന്ന് തോന്നും കേട്ടോ. പക്ഷെ അദ്ദേഹം മലയാളിയാണ്. സുകുമാരൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ കൂടി കേട്ടിട്ട് നമുക്ക് ഈ ഒരു തിരുവട്ടാറിൻ്റെ ആ ഒരു വിശേഷങ്ങൾ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അതിനു മുമ്പായിട്ട് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അകത്തുള്ള സ്ട്രക്ചറൊന്നും കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങളേന്ന്. ഇന്ന് ഇവിടെ തിരുവട്ടാറിൽ പ്രത്യേകിച്ച് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ക്ഷേത്ര പരിസരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതും കൂടി കണ്ടിട്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഇതെല്ലാം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന അനുഗ്രഹം കൊണ്ടാട്ടോ എനിക്കിങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നത്. വലിയ സന്തോഷമുണ്ട്. നമ്മൾ കൃഷ്ണാരി മിത്രങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാണാം. ഇത് ആദിശേഷ ശയനം. ആദിശേഷ സർപ്പത്തിൻ്റെ പുറത്ത് ഭുജംഗ ശയനത്തിലെ യോഗമുദ്രയും കാണിച്ച് പടിഞ്ഞാറ് ദർശനം തിരുവട്ടാറിൽ വന്ന് ഭഗവാന്റെ ചുറ്റും പറളിയാർ താമ്രവർണ്ണി ശാഖ പറളിയാർ ഓടുന്നതുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് തിരുവട്ടാർ. ഗംഗാനദി അലകവാൽ തെക്ക് വടക്ക ഓടുന്ന പുണ്യനദി. അതേമാതിരി തിരുനെല്ലുവലിൻ്റെ ശാഖ പറളിയാർ, താമ്രവർണ്ണിക്കൻ ശാഖ പറളിയാർ, ആദികേശവ പെരുമാളിൻ്റെ തിരുവട്ടം ഓടുന്നതുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് തിരുവട്ടാർ. ഇതിനു മുമ്പ് ആദിധാമപുരം ഈ സ്ഥലത്തിൻ്റെ പേര്. ഇദ്ദേഹം സ്വയം വക്കത്ത്, സ്വയംഭു തന്നെത്താനെ കേശൻ രാഷ്ട്രനെ അടക്കി താഴെ വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേശവൻ്റെ പേരെ വന്ന് ആദിയിൽ കിടക്കണം. ആദിയിൽ കിടക്കണമുണ്ട് ആദികേശവൻ. ഇദ്ദേഹം ആ സമയത്ത് കൃതായുഗത്തിലേ കൊണ്ടുവന്നാണ് പറയുന്നത്. കൃതായുഗം 17,28,000 വർഷം കൃതായുഗം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹൻ അവതാരം അടുത്ത് പോയി. അടുത്ത ത്രേതായുഗം 12,94,000 വർഷം ത്രേതായുഗം. വാമനാവതാരം അടുത്ത് പോയി. പരശുരാമ അവതാരം അടുത്ത് നിൽക്കുന്നു. ശ്രീരാമചന്ദ്രൻ രാവണവത്തിന് അവതാരം എടുത്ത സമയത്ത് പരശുരാമൻ നേരെ ഇവിടെ വന്ന് പൂജയും ചെയ്തിട്ട് പോയി കേരളത്തേക്ക് പോയി എന്നാണ് റെക്കോർഡ്. പരശുരാമ ക്ഷേത്രം എന്നാണ് നമുക്ക് അറിയപ്പെടുന്നത്. ഇത് ചേരനാട്, അത് കഴിഞ്ഞ് ചേരനാട് വൈകുണ്ഠം, അത് കഴിഞ്ഞാണ് തിരുവട്ടാർ. ആ സമയത്ത് ഇത് മലയാളത്തിൽ നാടാണ് വേണാട്. വേണാട് കഴിഞ്ഞാണ് തിരുവിതാംകൂർ. തിരുവിതാംകൂർ കഴിഞ്ഞ് തിരുവിതാംകൂർ കൊച്ചി, അത് മുഴിഞ്ഞ് കേരളം. വേണാട് രാജാക്കന്മാർ 70 വർഷം പത്മനാഭപുരം കൊട്ടാരത്തിൽ ഭരിച്ചിരുന്നു. 1729 AD വരെ പത്മനാഭപുരം കൊട്ടാരത്തിൽ ഭരിച്ചിരുന്നു. ആദികേശവ ദാസന്മാരായിരുന്നു വേണാട് രാജാക്കന്മാർ. വേണാട് കഴിഞ്ഞാണ് തിരുവിതാംകൂർ.
തിരുവിതാംകൂർ കഴിഞ്ഞ് തിരുവിതാംകൂർ കൊച്ചി, അത് മുടിഞ്ഞ് കേരളം. വേണാട് രാജാക്കന്മാരിൽ ആദിത്യവർമ്മയും ഉദയമാർത്താണ്ഡവർമ്മ മഹാരാജാവും. അത് അനിഴം മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനാണ് ഈ കോവിൽ.